ഇതില്ലേ അഡീനിയം ടൈപ്പ് ഉണ്ട്. ഈ കാണുന്നത് ഇതൊക്കെ പഴയ അഡീനിയം ഒബേസോ എന്ന് പറയും. ഇത് വ്യത്യാസമുണ്ട്. ഇതെന്താ അതിന്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ ഒരു വേറെ സ്റ്റൈലില്ല. ചെറിയ ചെടി എടുത്ത് നോക്കിയാൽ അത് വളർന്ന വേറെ ടൈപ്പ് ആണ്ടാ. അഡീനിയം അറബിക്കം. അറബിക്കം കോഡക്സ് വേറെ സ്റ്റൈലിലേ വരുള്ളൂ. കോഡക്സ് മാത്രമല്ല സ്റ്റെമ്മൊക്കെ വേറെ സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ടോ. നമ്മുടെ ഇവിടുത്തെ ഈ കൂടുതൽ മഴയല്ല നമ്മുടെ ഇവിടെ, അതുകൊണ്ട് ഇത്ര ഭംഗിയില്ലാത്ത മഴയാണെങ്കിൽ. അതായത് 4-5 കൊല്ലം മുമ്പൊക്കെ കേരള ക്ലൈമറ്റ് നല്ലതായിരുന്നു അടീന്യത്തിനൊക്കെ. ഇപ്പോൾ രക്ഷയില്ല. ഒരു മഴ അടുപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ മഴ തന്നെ വന്ന് നിൽക്കുക. ബോൺസായിക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ബോൺസായി ആക്കി കഴിഞ്ഞാൽ മരങ്ങൾ ഇങ്ങനെ ബോൺസായി ആക്കി പല ആൾക്കാരുടെ ഇഷ്ടം പല ടൈപ്പിലായിരിക്കും. ചില ആൾക്കാർക്ക് വലിയ വണ്ണത്തിലായിരിക്കണം, ചിലർക്ക് വലിയ സൈസായിരിക്കണം. ഐറ്റംസാണ് നമ്മുടെ ഇതിൽ കൂടുതലുള്ളത്. ഫൈക്കസ് പറയുമ്പോഴത്തേക്ക് ആലുവർഗ്ഗങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ കുറേ ആലുകളുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഭംഗി ഈ വിദേശത്തുനിന്ന് വരുത്തുന്ന ആലുകൾ. ഇതൊക്കെ വിദേശികളാണ്. വിദേശത്ത് വരുത്തുന്ന ആലുകളാണ് കുറേ കൂടി നമ്മുടെ ഈ ബോൺസായി പരിപാടിക്ക് കുറേ കൂടി നല്ലത്. ഇതെന്നാ നമ്മുടെ നാടനാണ്. ഒരാളിന്റെ പ്രതീതന്റെ ഒരു 65 വർഷത്തോളം പ്രായമൊക്കെ ഉള്ളതാണത്. ഇത് നമ്മുടെ നാടനാല്, അരയാലെന്ന് പറയുന്നത്. അതിനും പ്രായമുണ്ട്. നമ്മുടെ നാടനാല് തന്നെ ഒരു 40-45 വർഷത്തോളം പ്രായമുള്ളതാണ്. ഈ ഒരു ഇതിന് 45 വർഷത്തെ പ്രായമുണ്ട്. അതെങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഇത് ഗ്രോത്ത് എങ്ങനെയാണ് ഇത്രയും കൺട്രോൾ ചെയ്യുന്ന വെച്ചിട്ട്? ഗ്രോത്ത് ഇപ്പോൾ നമുക്ക് ചട്ടിയുടെ സൈസ് കണ്ടില്ലേ, അവന് എക്സ്ട്രാ ലാർജ് ആയിട്ട് വേരോടി പോകാനും വളരാനും സാധിക്കില്ല. അയാളുടെ ഇതിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളത് ട്രിം ചെയ്തുകൊണ്ടിരിക്കും. ട്രിം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണതാണ്. ഒരു വലിയ മരം എങ്ങനെ ചെറുതാവും അതേപോലത്തെ കണ്ടീഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് ബോൺസായി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആല് തന്നെയാണ്. ആല് തന്നെ. അതായത് ഇതിന്റെ നോംസിൽ നമ്മൾ ഒരു വ്യത്യാസം വരുന്നില്ല. വെള്ളം കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, വെയിൽ കൊടുക്കുന്നു, കാറ്റ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവനെ വല്ലാതെ പൊങ്ങിപ്പോകാൻ സമ്മതിക്കുന്ന കുറച്ച് കമ്പുകളൊക്കെ വിട്ട് വേരൊക്കെ വെട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും. അതായത് ഒരു എസ്തറ്റിക് ഫിനിഷ്. അപ്പൊ അത് ഏതൊരു മരത്തിനും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാ മരങ്ങളും ചെയ്യാം. ഒരു 85% മരങ്ങളും ചെടികളും ചെയ്യാൻ സാധിക്കും. എല്ലാത്തിലും നമ്മൾ ചില മരങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് പിടിച്ചാൽ കിട്ടില്ല. വെട്ടിക്കഴിഞ്ഞാൽ ബ്രാഞ്ചസ് വരിക എന്നൊക്കെ ഉള്ളത് എല്ലാ ചെടികളിലെ സ്വഭാവം വ്യത്യാസം ഉണ്ടാവും. ഓരോ ചെടികളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനകത്ത് കയറി വെട്ടാനായിട്ട്, അല്ലെങ്കിൽ ചെടികൾ ഉണങ്ങിപ്പോയിരുന്നത്. അപ്പോൾ നമ്മളൊരു സൗന്ദര്യവൽക്കരണം, അതായത് ചെടിയെ നമ്മളൊരു ഒരു ആർട്ട് അപ്ലൈ ചെയ്യണം. പ്ലാന്റ് ആർട്ട് എന്ന് പറയാം നമുക്ക്. ബോൺസായി എന്നുള്ള വാക്ക് തന്നെ വരുമ്പോഴത്തേക്ക് അത് ജപ്പാനീസ് വാക്കാണ് ബോൺസായി. പക്ഷെ അപ്പൊ ചോദിക്കും ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല. ഇന്ത്യയിലും വേണമല്ല. ഇന്ത്യയിൽ പറയുന്ന വാക്കാണ് വാമൻ വൃക്ഷം. വാമൻ വൃക്ഷകല എന്നാണ് ബോൺസായി ആർട്ടിനെ പറ്റി പറയുന്നത്. വാമൻ വൃക്ഷകല സംസ്കൃതത്തിൽ പറയുന്നത് വാമൻ വൃക്ഷകല എന്നാണ്. അപ്പൊ ഇത് പണ്ട് തൊട്ട് ഇന്ത്യയിലും ഉണ്ട്. ഇത് നേരത്തെ ഉള്ള. പക്ഷെ നമ്മളുടെ ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഉള്ളവർ തന്നെയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും പറയുന്നത് പാവമാണ് ചെയ്തെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ചെടികൾ ചെറുതാക്കി നിങ്ങൾ നിർത്തുന്നു, ചെടികൾ വളരാൻ സമ്മതിക്കില്ല, ക്രൂശിക്കുന്നു എന്നൊക്കെ പറയാം. അതൊന്നും അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ ഈ ആലുമരങ്ങളെല്ലാം ആൾക്കാരും വെട്ടിപ്പറിച്ച് തീയിട്ട് കളയുക, ആസിഡ് ഒഴിച്ച് കത്തിച്ച് കളയുകയല്ലേ ചെയ്യുന്നത്. നമ്മള് ചട്ടിയിൽ വെച്ച് വളർത്തിയാല് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു. ഒരു വിലയിൽ ആ സാധനം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ലക്ഷങ്ങൾ വില വരിക്കുന്ന ഒരു VIP ആയിട്ട് മാറണേ. അപ്പൊ നമ്മളുടെ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പ്. ടൈം ഈസ് ദ മെയിൻ ഇൻവെസ്റ്റ്മെന്റ് അതാണ്. നമ്മൾ ചെടി കൊണ്ടുവന്ന് വെക്കുന്നത്, പിന്നെ അത് കാത്തിരിക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ചെടിയായി ബോൺസായി ആയിട്ട് മാറുന്നത്. അപ്പൊ ബോൺസായി എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ ഏതൊരു പ്ലാന്റിനെയും അല്ലെങ്കിൽ ഏതൊരു ട്രീനെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് ബോൺസായി ആക്കി മാറ്റാം. ബോൺസായി ആക്കി എടുക്കാം.
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ വിത്തുകളിട്ട് മുളപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുന്നതാണ് ഭംഗി കൂടുതൽ. അല്ലെ വലിയ മരങ്ങൾ വെട്ടി ചെറുതാക്കി കൊണ്ടുവരുന്നതിനേക്കാളും ചെറിയതായിട്ടുള്ളത് പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഭംഗി കൂടുതൽ. പക്ഷെ എളുപ്പം എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ മരങ്ങൾ വെട്ടി ശാഖകളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനേക്കാളും ഭംഗി എപ്പോഴും ചെറിയതിൽ നിന്ന് വലുതാക്കി കൊണ്ടുവരുന്നതിനായി. പക്ഷെ അതിന് ടൈം എടുക്കും. നല്ലപോലെ ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കിട്ടും. ചേട്ടനൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും എല്ലാം ഇല്ലെങ്കിൽ. ഇതാണ് പനച്ചി എന്ന് പറയുന്ന ഒരു മരം. നമ്മുടെ പനച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കല് ഇഷ്ടംപോലെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ പറമ്പുകളിൽ നല്ല വെട്ടി നശിപ്പിച്ചു കളഞ്ഞു. മെഡിസിനലാണെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അത്ര കാര്യമായിട്ട് അറിയില്ല. പക്ഷെ അതിനും പഴക്കമുണ്ടല്ലേ? ആ പഴക്കമുണ്ട്. പിന്നെ ഇത് അങ്ങനെയാണല്ലോ ഒരു 85 വന്നിട്ടുള്ള സാധനമാണ്. നമ്മളിത് ചെറിയ തൈ കിട്ടിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഈ ഫ്രൂട്ട്സ് ഉള്ള മരങ്ങളാണെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഫ്രൂട്ട്സ് ഉള്ള മരങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഉള്ള മരങ്ങൾ കൂടുതലും നമ്മൾ വിൽക്കാനിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ അധികം മരങ്ങൾ ഇരിക്കില്ല, എല്ലാം വെറ്റുപോകും. ഫ്രൂട്ട്സ് വരിക, ഫ്ലവർ വരിക ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ വരികയാണെങ്കിൽ അത് മേടിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മളൊരു ചെടി ഇപ്പോൾ ഒരു മിനിമം ഒരു ചെടി നമ്മളൊരു കസ്റ്റമറെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്ലീസിങ് സ്റ്റൈലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 5 കൊല്ലം എടുക്കും. അതാണ് ഇതിന്റെ ഈ ചെടികളുടെ വിലയുടെ വ്യത്യാസമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമയമല്ലാതെ കളയണം, കാത്തിരിക്കണം, കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, ഇതിൽ ഇപ്പോൾ ഫലങ്ങൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ട്രീസ് ആണെങ്കിൽ അതിന്റെ ആ ഫലങ്ങളുടെ ഒരു മിനിയേച്ചർ വെർഷൻ ആയിരിക്കും. ഫലങ്ങൾ സാധാരണ നമ്മൾ സൈസ് ചെറുതാവാറില്ല. ഇല്ല, അതേ സൈസ് തന്നെ സൈസ് ഏതാണ്ട് ആ വലിയ മരത്തിലുണ്ടാകുന്ന ഇതിന്റെ സൈസ് തന്നെ. അതാണ് ഞാൻ അവിടെ മാങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എടുത്തപ്പോ 1.25 കിലോയുടെ മാങ്ങ ഉണ്ടാകുന്ന ബോൺസായി വരെ ഉണ്ടായിരുന്നു. അതൊക്കെ നീലമാങ്ങയാണ്. നീലമാങ്ങയുടെ സ്റ്റാൻഡേർഡ് സൈസിലേക്ക് ഇനി അത് വളരാനുണ്ട്, വലുതാവാനുണ്ട്. അത് ഒറ്റയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ നല്ല വലുപ്പമായിരിക്കും. ക്ലസ്റ്റർ ആയിട്ടൊരു 4, 5, 10 ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ചെറിയൊരു സൈസ് ആയിരിക്കും. അത് നാച്ചുറലി മണ്ണിലിരിക്കുന്ന മാവിനാണെങ്കിലും അങ്ങനെ തന്നെ. കൂടുതൽ കൊലകുത്തി ഉണ്ടാവുകയാണെങ്കിൽ നമ്പർ കൂടുമ്പോഴത്തേക്ക് സൈസ് സിംഗിൾ ആയിട്ട് ഒരു കൊലയിൽ ഒരെണ്ണം മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് വലിപ്പം കൂടുതലായിരിക്കും. ഈ പ്ലാന്റ് തപസ് ചെയ്ത് ബോധിവൃക്ഷം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ബ്രൗൺ ബോട്ടിൽ ഇരിക്കുന്നതാണ് ബുദ്ധൻ തപസ് ചെയ്ത് ബോധിവൃക്ഷം എന്ന് പറയുന്നത്. ഫൈക്കസ് ബോധി, ഫൈക്കസ് റൂംചി എന്നാണ് ഞാൻ പറയുന്നത്. ഫൈക്കസ് ബോധി നമ്മുടെ ഇവിടെ ആൾക്കാർ പറയും. അതാണ് ബുദ്ധൻ തപസ് ചെയ്ത പ്ലാന്റ്, പാൽമരം. സൈസ് റിഡക്ഷൻ, ഫലങ്ങളുടെ സൈസ് റെഡ്യൂസ് ആയില്ലെങ്കിലും ഇലകളുടെ സൈസ് റെഡ്യൂസ് ആവും. ഇലകളുടെ സൈസ് റെഡ്യൂസ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടർ തന്നെയുണ്ട്. അതായത് ഇപ്പൊ ഈ ഇലയുടെ സൈസ് കണ്ടോ? ഈ ഇലയുടെ സൈസ് ഈ ചെടിയുടെ ഇലയാണത്, കണ്ടോ? ഡിഫറൻസ്. അത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ പ്രൂൺ ചെയ്ത് വിടുന്നതുകൊണ്ടാണ്. ഇത് അധികം വിടാത്ത കൊണ്ടാട്ടിങ്ങനെ വളർന്നു പോകുന്നതുകൊണ്ടിട്ട് സൈസ് വലുത്. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സൈസ് വളരെ ചെറുത്. കണ്ടോ? ആ ചെടി തന്നെ അതിനോട് അങ്ങ് യോജിപ്പിച്ചു വരും. അപ്പൊ ഇപ്പൊ ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ ഇത് നല്ലത്. നോർമൽ കണ്ടീഷനിൽ വെറുതെ നമ്മൾ ബോൺസായി ആക്കാതെ വെറുതെ നമ്മൾ മെറ്റീരിയലായിട്ട് വളർത്തുന്നതാണ്. നമുക്ക് ഇന്നലെ നാളെ പുതിയ ചെടികൾ ഉണ്ടാക്കണമല്ലോ, അതിനുവേണ്ടി ചെയ്തതുകൊണ്ടാണ് ഇത്ര സൈസിൽ പോകുന്നത്. ബഗേഴ്സ് ബൗൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസികള് പാത്രമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്. ഇതാണ് ബഗേഴ്സ് ബൗൾ എന്ന് പറയുന്നത്. അതായത് കമണ്ടലു എന്ന് പറയുന്ന സാധനം ഈ ചെടിയിൽ ഉണ്ടാകുന്നതാണ്. കമണ്ടലു എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. ഇത് കമണ്ടലു അതിന്റെ പൂവ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഈ മരത്തിൽ കഴിഞ്ഞിട്ട് മുമ്പിലത്തെ കൊല്ലം ഉണ്ടായ കായാണത്.
ഈ മരത്തിൽ തന്നെ ഈ മരത്തിലുണ്ടായതാണ്. അതാണിത്. അതാണത്. അല്ല, ഇതിപ്പോ നമ്മളിപ്പോ ഒരു കസ്റ്റമറിന് ഇത് കൊടുക്കുവാണെങ്കിൽ തന്നെ അവർക്കത് ട്രീറ്റ് ചെയ്യാനുള്ള ഇതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചെറുതായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. പിന്നെ അടുത്തുള്ളവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ കാണിച്ച് തന്നെ അവരുടെ ചെടിയിൽ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കും.